ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വാഴക്കുളം അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് കമ്പനിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 1.20 കോടി രൂപ കൂടി അനുവദിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമാണ് വാഴക്കുളം അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് കമ്പനി. വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായമായി 1.20 കോടി രൂപ കൂടി അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ MLA. സർക്കാർ മുൻപ് 2 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും 80 ലക്ഷം രൂപയാണ് കമ്പനിക്ക് വിനിയോഗിക്കുവാൻ സാധിച്ചിരുന്നത്. ട്രഷറി നിയന്ത്രണം മൂലം 1.20 കോടി രൂപ സർക്കാർ തിരിച്ചെടുത്തതിൽ MLAയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണും ഇടപെട്ടിരുന്നു. കമ്പനി മെഷീനറികളിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമായുള്ള PET ബോട്ടിൽ ജ്യൂസ് പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുവാൻ തുക വിനിയോഗിക്കും. എന്നാൽ നാമമാത്രമായ മാർജിൻ ലഭിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം വഴി കമ്പനി ലാഭകരമായി പ്രവർത്തിക്കുവാനോ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും വേതനം നൽകുവാനോ സാധിക്കുകയില്ല. കാലഹരണപ്പെട്ട മെഷീനറികൾ മാറ്റി സ്ഥാപിക്കുന്നതിനും വരുമാന വർധനവിനുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുമായി സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അടിസ്ഥാന വികസന ഫണ്ട് പദ്ധതി പ്രകാരം 35.50 കോടി രൂപ അനുവദിക്കുന്നതിന് സമർപ്പിച്ച പ്രത്യേക പാക്കേജ് പദ്ധതി ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുന്നതിന് കൃഷി വകുപ്പിൽ സമ്മർദ്ദം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മൂവാറ്റുപുഴ നിയോജകമണ്ഡലം മാവോലി ഗ്രാമപഞ്ചായത്തിലുള്ള നമ്മുടെ ജൈവ പൈനാപ്പിൾ ഫാക്ടറി കഴിഞ്ഞേറെ കാലമായി പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ്. ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി ഏകദേശം 2 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് അനുവദിച്ചിരുന്നു. എന്നാൽ അവസാന സമയമായപ്പോൾ അതിൽ 80 ലക്ഷം രൂപ മാത്രം ചെലവഴിച്ച് ബാക്കി 1.20 കോടി രൂപ തിരികെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ട്രഷറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായി. അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളമടക്കമുള്ളവ മുടങ്ങിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിൻ്റെ ഭാഗമായി അത് വീണ്ടും 1.20 കോടി രൂപ തിരിച്ചു കൊണ്ടുവന്ന് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു വരികയായിരുന്നു. ഇപ്പോഴാ പണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം കമ്പനി പൂർണ്ണമായും നമുക്കൊരു നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിശദമായ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എങ്ങനെയും ജൈവ് എന്ന് പറയുന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾ ഇഷ്ടപ്പെട്ട ആ ബ്രാൻഡ് വിജയകരമായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പരിശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടരും. അതിലേക്ക് ഒരു നല്ല സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ജീവനക്കാർക്കുള്ള ആനുകൂല്യം കൊടുക്കാൻ കഴിയുന്നതിനെ കാണുന്നത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമാണ് വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനി. പ്രവർത്തനരഹിതമായ പൈനാപ്പിൾ പ്രോസസിംഗ് യൂണിറ്റ് കൂടി മാറ്റി സ്ഥാപിക്കുമ്പോൾ ദിവസേന 30 ടൺ പൈനാപ്പിൾ പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഇത് പൈനാപ്പിൾ കർഷകർക്ക് വിലയിടിവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമൊരുക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.